എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചെറിയൊരു വലിയൊരു അൺബോക്സിംഗ് ആണ്. നല്ല കാശ് ചിലവുള്ളൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് വീണ്ടും അതെ എന്താണെന്നല്ലേ, ഇന്ന് നമ്മുടെയൊക്കെ സ്വപ്നത്തിലുള്ള ഫ്രിഡ്ജ് ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സ്വപ്നത്തിലുള്ള ഫ്രിഡ്ജ് അൺബോക്സിംഗ് ആണ് വരുന്നത്. നിന്റെ സ്വപ്നത്തിലൊരു ഫ്രിഡ്ജിൽ എന്തൊക്കെ വേണം? കുറെ സാധനങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ലേ മുമ്പ്. അത് നമ്മുടെ മറ്റേ ചാനലിലായിരുന്നു, സെക്കൻഡറി ചാനലിലായിരുന്നു. കുറെ ഐസ്ക്രീം, പിന്നെ 5 സാധനങ്ങൾ പറ വേഗം. 10 സെക്കൻഡിനുള്ളിൽ 5 സാധനം കുടിക്കാൻ. പിന്നൊന്നുമില്ല. പിന്നെന്തിട്ടാ വേണ്ട ഇങ്ങനെ ചോദിക്കും. കഴിഞ്ഞു. ഇവന് ഐസ്ക്രീമും ഒരു ജ്യൂസും വാങ്ങി കൊടുക്കൂട്ടോ. വേറെ ഒന്നുമില്ല, വേറെ ഒന്നും വാങ്ങി കൊടുക്കില്ല കേട്ടാ. അത് പറയണം, അല്ലാതെ ഞാൻ നിനക്ക് ഒരു ദിവസം സമയം തന്നെ നീ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയില്ലേ 10 സെക്കൻഡിനുള്ളിൽ. അപ്പോൾ ഇന്ന് നമ്മൾ മുന്നൊരു വട്ടം നമ്മുടെ ഒരു സെക്കൻഡറി ചാനലുണ്ട്, താഴെ ഞാൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. അതെ ആ ഒരു സമയത്ത് നമ്മളൊരു ചാനലില് ഫ്രിഡ്ജ് നിറയെ നമ്മുടെ സെക്കൻഡറി ചാനൽ ജോയൽ ജോഷി എന്ന് പറഞ്ഞാൽ അതിന് എന്തൊരു പേരിട്ടോ, ജോയൽ ജോഷി ബ്ലോഗ് എന്ന് പറഞ്ഞിട്ട് അതിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ അതിലിട്ടതാണ്. പക്ഷേ നമ്മുടെ മെയിൻ ചാനലിൽ സ്പെഷ്യൽ ആയിട്ടൊരു സാധനം ചെയ്യാൻ പോവാണ്. സോ ഫ്രിഡ്ജ് ഫുള്ള് നിറയ്ക്കാൻ പോവാണ്. ഇപ്പോഴത്തെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ കാട്ടിത്തരാം. അതിനെക്കാട്ടും മുന്നേ നമ്മുടെ സൈക്കിള് ടോഡിൻ്റെ അല്ലെങ്കിൽ ക്രാഡിയാക്ക്, ഈ മോട്ടറാഡ് അങ്ങനെ എല്ലാം സ്റ്റോക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പർ എൻ്റെ കൊടുക്കാം. നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഡയറക്റ്റ് എൻ്റെ കയ്യിൽ നിന്നും വാങ്ങാം. ഞാൻ ഫാക്ടറിയിൽ നിന്ന് നേരെ എടുത്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് തരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നോക്കി നോക്കാം. ഞാൻ ഫ്രിഡ്ജ് കാട്ടിത്തരാം കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് വരുന്നത് കേട്ടോ. ഒരു സാധനം ഫ്രിഡ്ജിൻ്റെ ഉള്ളിലില്ല. ഫുള്ള് സാധനങ്ങൾ കാലിയായിട്ടുണ്ട് കേട്ടോ. കാലിയാക്കിയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം നോർമൽ വീട്ടിലുണ്ടാവുന്ന മല്ലി സാധനങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. നോർമലി ഈ സാധനത്തിലൊന്നുമില്ല. ഇത് പിന്നെ എൻ്റെ ഡയറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങളാണ്. ക്യാരറ്റും കുക്കുംബർ ഇത് സാധനങ്ങളൊക്കെ. ഇത് മാത്രമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളൂ കേട്ടോ. വേറെ ഒറ്റ സാധനങ്ങളില്ല. സോ ഈ ഒരു ഫ്രിഡ്ജാണ് നമ്മൾ മാറ്റിയെടുക്കാൻ പോണത് കേട്ടോ. ഇതിലില്ല ഒന്നുമില്ല ഗൈസ്. സോ നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കേട്ടാ. എങ്ങനെയായിരിക്കും ഈ സാധനം വരുന്നത് അവസാനം. സോ ലെറ്റ്സ് ഗോ ഗൈസ്. വേറൊരു സംഭവം ഉണ്ട് കേട്ടോ, ജുഗുണു ആപ്പ് എന്ന് പറഞ്ഞിട്ട്. തൃശ്ശൂരാണോ കേരളത്തിലാണോ മാത്രമുള്ളതാണോ എന്ന് എനിക്കറിയില്ല. കേരളത്തിൽ മാത്രമുള്ളതാണെന്ന് അറിയില്ല കേട്ടോ. ജുഗുണു എന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടൊരു ആപ്പ് കേട്ടോ, ജുഗുണു ആപ്പ്. സോ അതിൽ കാറ് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ യൂബർ തന്നെ വിളിച്ചിരിക്കണം കേട്ടോ. യൂബർ വിളിച്ചിട്ടാണ് പോണേ. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി നോക്കുക, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. ജുഗുണു എന്ന് പറഞ്ഞൊരു സാധനം ഗൈസ്. ഒരു ഫ്രിഡ്ജ് ഫുള്ള് നിറയ്ക്കേണ്ട കാരണം ഹൈലൈറ്റ് മാളിലേക്കാണ് വന്നിരിക്കണേ കേട്ടോ. ലുലു പോവാ അല്ലേ? എന്നാലിത് നമുക്ക് ലുലു എളുപ്പം. ഇത്രയും ബൾക്ക് സാധനങ്ങൾ വാങ്ങേണ്ട കാരണം. സോ നമുക്ക് ലുലു പോവാം. ഓ വിഷുവിൻ്റെ ഇത് കഴിഞ്ഞിട്ടില്ലല്ലോ ഇവിടെ. കണ്ട ഇവിടെ ഒന്നും വലിയ അലമ്പില്ല കേട്ടോ. അല്ലെങ്കിൽ ക്യാമറ പിടിച്ചു വാങ്ങലും പറഞ്ഞിരുന്നു ക്യാമറ, പക്ഷെ വലിയതില്ല. പഞ്ചാബിൽ എന്നെ കയറ്റിയില്ല വിശന്നിട്ട്. ഒരു ദിവസം ഒരു മാളിൽ പോയതാ. ഇവിടെ വലിയ കുഴപ്പമില്ല. എന്നാലും ക്യാമറ വല്ലാണ്ട് പുറത്ത് കാട്ടണില്ല കേട്ടാ. ലുലുവിൽ പോവാം നമുക്ക് ഗൈസ്. ഓഫറുകൾ ഇല്ലാത്ത സമയമാണെന്ന് പറഞ്ഞിട്ടാ. ഇവിടെ കുറേ സാധനങ്ങൾ ഞങ്ങൾ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ മാർക്കറ്റ് ഫുള്ള്. ഇത് ഇൻഡോമിയ ഇതൊക്കെ തിന്നണം മോനെ. അതുകൂടി നോക്കണം. ഇത് കഴിച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾ. ട്രൈ ചെയ്യണോ ഇൻഡോമിയ? വേറെ ഏതെങ്കിലും ഓഫർ ഉണ്ടോ? ഓഫറിൽ മാഗിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏതാ ഓഫറിൽ കൊടുക്കാൻ പോണതാ അല്ലേ? പകുതി മാഗിയുടെ വരുന്നുണ്ടോ എന്തെങ്കിലും ഓഫർ? മാഗിയോ യുപ്പിയോ വല്ലതും വരുന്നുണ്ടോ? അപ്പുറത്തെ സൈഡാണോ അല്ലേ? 80-56 മൂട്ട് മസാല 65. മാഗിയുടെ ഓഫർ ഉണ്ടോ? വലിയ ബൾക്ക് പാക്ക് ഉണ്ടോ? ബൾക്ക് വലുത് ഇതിന് 6 in 1 പാക്ക്. ഇതിനെത്രയാ? ഇതിൻ്റെ MRP 90 രൂപ, 82 രൂപ. ഭയങ്കര എപ്പി. ഞാനേ വീഡിയോയും ചെയ്യണം, കാശും നോക്കണം. വേണോ? കഴിച്ചില്ലേ ഞാൻ ജൂണോൻ്റെ കൂടുതൽ കൊണ്ടിടും കേട്ടോ. ജൂണോ കഴിച്ചോളും. പിന്നെ ജൂണോ കഴിച്ചോളും. പിന്നെ വേറെ ഏതാ? ഞങ്ങൾ സോറി ഞങ്ങൾ കുറേ എടുത്തിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് കാട്ടിത്തരാമെന്ന് വിചാരിച്ചിട്ടാ. വാ എന്തെങ്കിലുമൊക്കെ വാങ്ങാം. എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വരാം ഗൈസ്. ഞങ്ങൾ കുറേ ഉണ്ട് ഗൈസ്. ഇവിടെ ഫുള്ള് ഇതുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. ചോക്കോസ് വേണം. ഞാൻ
2 മാസക്കാലം ഇതായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മ്യൂസിലി, യോഗ ബാറ്, അങ്ങനത്തെ സാധനങ്ങളായിരുന്നു. അതായത് കാണുമ്പോൾ എനിക്ക് കാശ്മീർ ഓർമ്മ വന്നു. ഫ്രൂട്ടി, നട്ട് ആൻഡ് സീഡ്, മ്യൂസിലി, ഇതിൻ്റെ ഫിറ്റ് ആൻഡ് ഫ്ലെക്സിൻ്റെ ഈ എല്ലാ സീഡുകളെല്ലാം കൂടി ഉള്ളത്. ഇത് എന്നിട്ട് ഇത് കെലോക്സ്. ഉണ്ണിവാവയ്ക്ക് ഇത് ഇഷ്ടം? ഉണ്ണിവാവയ്ക്ക് അതാണ് ഇഷ്ടം. എടുത്തോടാ, ഞാൻ വെറുതെ പറഞ്ഞതാ, നീ തമാശയായിട്ട് എടുക്ക്. ഇതെടുക്കണ എല്ലാം കൂടി ഒരുമിച്ച് കാട്ടാം. ഇത് നിറഞ്ഞുകൊണ്ടിരിക്കാനുണ്ടോ, നിറച്ച് പോയിക്കൊണ്ടിരിക്കുക. 120 രൂപയ്ക്ക് ഇതെനിക്ക് ഇതുപോലത്തെ ഒരു സാധനം എനിക്ക് ഒരാൾ ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പഞ്ചാബിൽ വെച്ചിട്ട് ഈ സാധനം, ഈ ഒരു കിറ്റ് പ്രീബയോട്ടിക് ഫൈബർ 7 എണ്ണം 120 രൂപയ്ക്ക് ബൈ 1. ഇത് ക്രഞ്ചി സാധനങ്ങളാട്ടാ. നോക്കട്ടെ ജസ്റ്റ് ഞാൻ എല്ലാം ഒരുമിച്ച് കാട്ടിത്തരാട്ടാ എന്തൊക്കെയാ വാങ്ങി നോക്കണേ എന്നുള്ളത്. ഫുള്ള് സാധനങ്ങൾ ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമുക്ക് സാധനങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ലുലുന്നാണ് വാങ്ങിയത്. നമ്മൾ കഴിഞ്ഞല്ല, 1 കൊല്ലം മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 1 കൊല്ലം മുന്നേ ചെയ്തതിൽ 2500 ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിനക്ക് ഓർമ്മയുണ്ട് എത്രയ്ക്കാ ചെയ്തതെന്ന്? അന്ന് 3000 തോന്നുന്നു. 3000 ആണോ ചെയ്താണ്? എനിക്ക് വീഡിയോയിൽ 2500 അത്രയും സംതിങ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. സോ ഇന്ന് നമുക്ക് ബില്ല് വന്നത് എത്ര രൂപയായി? നിങ്ങൾ താഴെ കമന്റ് ചെയ്യും, ഗസ് ചെയ്തിട്ട് എത്ര രൂപയാണ്. സോ ആദ്യത്തെ സാധനം വാങ്ങിയിരിക്കുന്നത് ഹൈഡ് ആൻഡ് സീക്കിന്റെ ചോക്കോ റോൾസ്, അതുപോലെ തന്നെ 1 പാക്കറ്റ് മാഗി വാങ്ങിയിട്ടുണ്ട്. ഇത് കാട്ടി കൊടുക്കണം, ക്യാമറയിൽ നോക്കാം, എന്നാലേ അവർ കാണുന്നത് കൃത്യമായിട്ട് കിട്ടുള്ളൂ. മാഗിയുടെ ഇത് ജോഹിൻ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ടുണ്ട്. പിന്നെ മാഗിയുടെ തന്നെ ഇത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നോർമൽ ചിക്കൻ മാഗിയും അതുപോലെ തന്നെ വെജിറ്റബിളും പ്ലസ് ഇത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ എന്നിട്ടാണ് ഇതിനെ പറയുക, സ്പൈസി സാധനമല്ലേ ഈ സാധനം, സ്പൈസി. ഇത് വാങ്ങിയിട്ടുണ്ട്. ഇത് ട്രൈ ചെയ്യണം. പിന്നെ ഇതും മാഗിയുടെ കൊറിയൻ ആണെന്ന് കേട്ടോ. കൊറിയൻ മാഗിയുടെ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു കേട്ടോ, ചുപ്പ ചുപ്പ്. ഈ സാധനം ബൈറ്റ്സ് അതെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ ജിമ്മിൻ്റെ സാധനങ്ങളാണ് കേട്ടോ, കുക്കുംബറും സാധനങ്ങളും. പിന്നെ ഇത് ഒരെണ്ണം 50 രൂപ ഗൈസ്. കാട, നിങ്ങൾ കാട കഴിച്ചിട്ടുണ്ട്? ഒരെണ്ണത്തിന് ഒരു കാടയ്ക്ക് 58 രൂപ കേട്ടോ. ഞാൻ 58 രൂപയ്ക്ക് ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ മുഖം കാട്ടടാ ജോഹന, ഇത് ഒരു വട്ടാറ് എടുക്കാൻ പറ്റുള്ളൂ. 58 രൂപ കേട്ടോ ഒരെണ്ണം കാട. ഞാൻ കാട കഴിച്ചിട്ടില്ല. സോ കാട നമുക്ക് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. കാട വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1 പാക്കറ്റ് ബ്രെഡ്. പിന്നെ എന്തിട്ടേക്കുക, ഇത് നമ്മുടെ അനിയൻ വാങ്ങിയതാണ് കേട്ടോ, ടോം ആൻഡ് ജെറിയുടെ ഫ്രൂട്ടി പോപ്സ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ലെയ്സ്, ഇത് ലെയ്സ്. പിന്നെ ബൂസ്റ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ചോക്കോബാർ, ഇതിൽ 3 എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ചോക്കോബാർ ഇത് 3 എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് എന്നിട്ടാടാ ടിപ്സ് ഈ മിഠായി വാങ്ങിയിട്ടുണ്ട്. ടിപ്സ് വാങ്ങിയിട്ടുണ്ട്. ഇത് ഫിറ നാച്ചോസ് എന്ന് പറഞ്ഞിട്ട് ഇത് വാങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മിനിറ്റ് മെയ്ഡിൻ്റെ ഇത് വാങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബൗണ്ടി വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ലാസയുടെ ഐസ്ക്രീമാണ് കേട്ടോ. ഇത് ലാസയുടെ ബട്ടർ സ്കോച്ചും ഉണ്ട്. അതുപോലെ തന്നെ ഇത് വെള്ളമാണ്, ബട്ടർ സ്കോച്ചും ഉണ്ട്, വാനിലും ഉണ്ട്. പിന്നെ ഇത് ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഓറഞ്ച് വാങ്ങിയിട്ടുണ്ട്. പിന്നെ എന്നിട്ട് സ്നിക്കേഴ്സ് വാങ്ങിയിട്ടുണ്ട്. സ്നിക്കേഴ്സ്. പിന്നെ മഞ്ച് വാങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. സോസേജ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാനല്ല, വീട്ടിൽ ഇതുവരെ കഴിച്ചിട്ടില്ല. പണ്ട് ഡാഡി, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ചെറുപ്പകാലം മുഴുവൻ അതുപോലെ തന്നെ ഒരു 10-20 കൊല്ലം എന്തായാലും ഡാഡി ദുബായിലായിരുന്നു അവിടെ. ലൈക്ക് ഇതായിരുന്നു, പ്രവാസിയായിരുന്നു. അപ്പം അന്നൊരു വട്ടം ഡാഡി വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോസേജ് ഒരു വട്ടം വാങ്ങണം, ഞാനൊക്കെ അവിടെ സോസേജാണ് കഴിക്കുക എന്നുള്ളൊരു ഇത് ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ വാങ്ങിയിട്ടില്ല, 2-3 കൊല്ലമായി. എന്നാലും സോസേജ് വാങ്ങിയിട്ടുണ്ട്. സോസേജ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ വാങ്ങിയിട്ടുണ്ട്. പഴം വാങ്ങിയിട്ടുണ്ട്, നേന്ത്രപ്പഴം വാങ്ങിയിട്ടുണ്ട്. ഇത് ബീഫാണെന്നുണ്ട്, ബീഫ് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. സോ എന്തായിരിക്കും അമ്മയുടെയും ഡാഡിയുടെയും ഇത് എന്തായിരിക്കും? നിനക്ക് വല്ല എക്സ്പെക്ടേഷൻസ് ഉണ്ടോ? അമ്മയ്ക്ക് ഒരു ഡൗട്ട് അടിച്ചിട്ടുണ്ട്. ഞാൻ ലുലുവില് പോയതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ അമ്മയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അമ്മ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ നീ പോയിന്ന പറഞ്ഞോണം, നീ കൂട്ടുകാരുടെ ഒപ്പം പോയിരുന്ന പറഞ്ഞോണേ, നിന്നെ കൊല്ലമ്മ. സോ ഇതെല്ലാം ഇതിന്റെ ഉള്ളിലേക്ക് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് നോക്കാട്ടാ. അമ്മേനെയും ഡാഡിനെയും സർപ്രൈസ് ചെയ്യാൻ ഗൈസ് എങ്ങനെയുണ്ടെന്നുള്ളത്. സോ ഇത് അറേഞ്ച് ചെയ്തിട്ട് രാത്രി കാണാം. അവർ വരട്ടെ എല്ലാവരും. അപ്പോഴേക്കും ഇതൊന്ന് ഞങ്ങൾ സെറ്റ് ചെയ്യും. ഓക്കെ, സോ രാത്രി അവർ വരുന്നത് കാണാട്ടാ. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടില്ല എങ്ങനെയുണ്ടെന്ന്. ഇതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ചിക്കൻ ഉണ്ട്, എൻ്റെ പ്രോട്ടീൻ. പിന്നെ ഫിഷ് ഉണ്ട്, തണ്ണിമത്തനുണ്ട്. പിന്നെ എൻ്റെ പ്രോട്ടീൻ
ഇതുകളും തൈരും അതുപോലെ തന്നെ എനിക്ക് കഴിക്കാനുള്ള കുറച്ച് ബീട്രൂട്ട് സാധനങ്ങൾ ഡയറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങൾ വേറെ ഒന്നുമില്ല കേട്ടോ. സെറ്റ് ചെയ്യണം കേട്ടോ അത് ഫുള്ള് ഓരോന്നോരോന്ന് എവിടേക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തിട്ട് സെറ്റ് ചെയ്യണം. മഞ്ച് ഇവിടെ മഞ്ച് സ്നിക്കേഴ്സ് അങ്ങനെ ഫുള്ള് സാധനങ്ങൾ കേട്ടോ. പിന്നെ ഇത് ഐസ്ക്രീമൊക്കെ ഫ്രീസറിൽ വെച്ചോട്ടെ. ഐസ്ക്രീം വേഗം ഫ്രീസറിൽ കയറ്റിക്കോ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് പണിയാവും കേട്ടോ. സോ നമുക്ക് നോക്കി നോക്കാം കേട്ടോ എന്തായിരിക്കും എന്നുള്ളത് അവരുടെ റിയാക്ഷൻ. സോ 2 കാര്യത്തിൽ അമ്മ ഞെട്ടാട്ടാ. ഒന്ന് ഞാൻ ഫ്രിഡ്ജ് തുടച്ചതും അതുപോലെ തന്നെ ഇതിൽ നിറഞ്ഞതിലും 2 ഞെട്ടൽ കാണാം ഇന്ന്. കാരണം ഫ്രിഡ്ജ് കുറേ നാളായിട്ട് അമ്മ തിരക്കായതുകൊണ്ട് ക്ലീൻ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനിത് ഫുള്ള് ക്ലീൻ ചെയ്തു കൂട്ടാ. ക്ലീൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കൂട്ടാൻ അവിടെ വെച്ചത് ഇവിടെ വെച്ചത് അങ്ങനത്തെ ഇതുകളൊക്കെ. എന്തോ തുറക്കല്ലേ. സോ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്തായിരിക്കും എന്നുള്ളത്. സമയം ഇപ്പോൾ 7:15. 7:15 എത്തിയപ്പോൾ അമ്മയും ഡാഡിയും വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. എന്തോ ഒപ്പിച്ച് വെച്ചിട്ടില്ല. ഡാഡിയും വന്നിട്ടുണ്ട്. വീഡിയോയിൽ ഡാഡിനെ കാട്ടില്ല എന്ന് പറഞ്ഞിട്ട് കമന്റ് ബോക്സിൽ ഇത് അതല്ല അങ്ങോട്ട് വായോ, ഒരു കാര്യം കാട്ടിത്തരാം, ഒരു സർപ്രൈസ്. എന്തായാലും ഗസ് ഉണ്ടാ? ഡാഡി AC വാങ്ങി 4 ഫാൻ വെച്ചു. വായോ ഫ്രിഡ്ജില് ഇങ്ങോട്ട് വായോ, ഇങ്ങോട്ട് വാ. പണ്ടത്തെ പോലെ വീണ്ടും തല കറങ്ങി വീണിട്ടില്ല. കുടുക്കൂരല്ല വീഡിയോയില് കാണും. കുടുക്കൂരല്ല. അയ്യോ കർത്താവേ, അതാണ് ഞാൻ വീഡിയോയില് പറയായിരുന്നു. ഒന്ന് ഈ സാധനങ്ങളൊക്കെ കാണുമ്പോ ഞെട്ടും, പിന്നെ ഫ്രിഡ്ജ് വൃത്തിയാക്കുന്നത് അമ്മ ഞെട്ടും. ഇതിലെന്തൊക്കെയല്ലേ നോക്കി നോക്ക്. എന്നിട്ട് സാധനങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ സാധനങ്ങളുണ്ടാ? ഐസ്ക്രീം അതല്ലാതെ വേറൊരു സ്പെഷ്യൽ സാധനം ഉണ്ട്. കാട്ടി കൊടുക്ക, നീ ഇങ്ങനെ നോക്കിക്കല്ലേ. ചിക്കനാ? ഈസ്റ്റർ ആയിട്ടില്ല. ചിക്കനല്ലത്, കാട. കാട പിന്നെ വേറൊരു സാധനം ഉണ്ടായില്ലേ? പിന്നെന്താ? അത് കരള്. ഇതാണ് ഡാഡി അന്ന് കുവൈറ്റിന്ന് വന്നപ്പോ ചിക്കൻ സോസേജ് ഉണ്ട്, ബീഫ് എല്ലാം ഉണ്ട്. ബീഫ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ബീഫാണ് എനിക്കറിയില്ല ഇത് ഇങ്ങനെ സാധനം. അപ്പൊ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ചിക്കൻ എനിക്കറിയാം. ഇത് നിന്റെ മോന്റെ കേട്ടോ. ഇത് മോൻ തിന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടി കൂട്ടും. നോക്കിയേ ഈ സാധനം. ഇത് നിന്റെ മോന്റെ തെരഞ്ഞെടുപ്പാ. വാവയ്ക്ക് തക്കുടുവിന് എന്റെ കുണുവാവയ്ക്ക് മറ്റേ സീരിയൽസാ എന്ന് പറയട്ടെ. മറ്റേ സാധനം കാലത്ത് പാലിലിട്ട് കഴിക്കുന്ന സാധനം. ആ സാധനം. ഇതൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ല. മഞ്ച് എന്നാ ഇത് തണുത്തതാ. ഗസ് ദ പ്രൈസ്. നാളെ നീ 1500-2500 രൂപയ്ക്കല്ലോ വാങ്ങിയ. 2500. ഇതൊരു 3500. 3500. 3900. 3900 വ്യത്യാസമുള്ള ക്ലാസ് എല്ലാം ചടപടേതാവട്ടെ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഈ സാധനം വരുന്നത്. ഇതൊക്കെ ഉണ്ടായിരുന്നത്. നിക്ക് ഫോട്ടോ എടുക്കട്ടെ. അവിടെ വെച്ച പൊട്ടിച്ചിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇതാണ് സാധനം. തല ചുറ്റി വീഴണ്ട. അടിപൊളിയായിട്ടില്ലേ? നിറഞ്ഞിട്ടില്ലേ? ഇത് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടെന്നാ. ഇത് വെറുതെ വെച്ചു എന്നുള്ളതില് പോരെ. ഇഷ്ടായില്ലേ? ഞാൻ അമ്മാക്ക് സൗകര്യം പോലെ എടുത്ത് കഴിക്കാം. അപ്പൊ ഇതാണ് സാധനം വരുന്നത് കേട്ടോ. ഫുള്ള് ഫ്രിഡ്ജ് അടയ്ക്കട്ടെ. ഫ്രിഡ്ജ് അടച്ചിട്ട് സൗണ്ട് വരുന്നുണ്ട്. എടാ ലൈസൊക്കെ എടുത്ത് മാറ്റടാ. ഐസും കട്ടയായിണ്ടാവും. ലൈസും സാധനങ്ങളൊക്കെ മാറ്റി. അത് വാർഷിക ധ്യാനം പോലെ പള്ളിയിൽ നടത്തില്ലേ? വാർഷിക ധ്യാനം. അതുപോലെ കഴിഞ്ഞ വർഷം വാർഷികത്തിൽ നടത്തി. 1 വർഷമായി. ഞാൻ വീഡിയോ എടുത്ത് നോക്കിയപ്പോ 1 വർഷം. വ്യത്യാസം ഉണ്ടാവും. എന്ത്
വ്യൂ ഇതുകള് അത് 17,000 പേര് അത് കണ്ടത്. പിന്നെ നമുക്ക് അന്നേരം ആ ഒരു വർഷം കൊണ്ട് നിന്റെ എത്ര അങ്ങനെ ഗ്രോത്ത് ഒന്നുമില്ല കേട്ടാ. പിന്നെ ഇങ്ങനെയും കണ്ടു. എടാ ഇത് മാറ്റിടാ, ഫ്രീസർ ഇതൊക്കെ മാറ്റി. ഞങ്ങളൊരു ഷോക്കി വെച്ചതാണ് കേട്ടാ, ഞങ്ങളൊരു ഷോക്കി വെച്ചതാ. വീഡിയോ നിർത്തിയിടാ മാമ, വീഡിയോ നിർത്തിട്ടൊന്ന്. മക്കളെല്ലാരും കാണുന്നില്ല. ഹായ് പറഞ്ഞോ, ഹായ് പറഞ്ഞോ ഇതിൽ ഇവിടെ കൈ കാണ്ട് കാട്ട്, ഹായ് എന്ന് പറ. എല്ലാരും കാണും, മക്കളെല്ലാരും കാണും. ഇത് വീഡിയോ കോളാ ഫോണില്. സോ ഒതുങ്ങിട്ടാ, എല്ലാം ഒതുക്കട്ടെ. ഒരു രസം. സോ എന്തായാലും വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. 2 ദിവസം കൊണ്ട് ഈ പരിപാടി തീർക്കണം. ഇന്ന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണത് ബുധനാഴ്ചയാണ് കേട്ടോ. നാളെ ആയിരിക്കും മിക്കുന്ന ഈ വീഡിയോ വ്ളോഗ് കാണാം. ഞായറാഴ്ച വരെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ബന്ധുക്കൾ വരുമ്പോൾ കൊടുക്കാം, അല്ലെങ്കിൽ ഫുള്ള് നമ്മളെ. നിങ്ങൾ ഒരു ദിവസം ഞാൻ നാളെ ജോലിക്ക് പോയി ഫ്രിഡ്ജ് കാലി. ഇല്ല ഞാൻ 3-4 ദിവസമായിട്ട് ഡയറ്റില്ല, കൃത്യം ഇത് ഡയറ്റിലാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഏതാ ആ ചോക്കോസ്? ആരാ തിന്ന് തീർക്കാന്ന്? ഞാൻ എന്നാലും ജോലി കഴിഞ്ഞ് വരുന്ന സമയം കുറച്ചുള്ളൂ, നിങ്ങൾ ഫുൾ ടൈം. അതുകൊണ്ട് മുതലാക്കും. ആ ഒരു സമയം മതി. ഞങ്ങള് ഫുൾ ഡേ വീട്ടിലിരിക്കുന്ന ആൾ ആ സമയം കൊണ്ട് മുതലാക്കിയോളും. ഞാൻ അവിടെ എന്നിട്ട് ബില്ല് ചെക്ക് ചെയ്യാം. പറഞ്ഞു നോക്കട്ടെ, ഇത് എത്രയും പോകുന്ന ബില്ലാണ് കേട്ടോ, വലിയ സാധനം. അപ്പൊ ഇത് കഴിയുമ്പോ അടുത്ത ഞാൻ അടുത്ത കൊല്ലം. അപ്പൊ എന്തായാലും സ്റ്റേ ട്യൂൺ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സൈക്കിളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഓർഡർ ചെയ്യാം. നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. സ്റ്റേ ട്യൂൺ. നാളെ 6 മണിക്ക് കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.